ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തപസ് കാലത്തിലെ 4-ാം ഞായർ, തപസ് കാലത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ 4-ാം ഞായറിനെ ലെത്താരെ സൺഡേ എന്നാണ് പരമ്പരാഗതമായി വിളിക്കുക. ലെത്താരെ എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം എന്നാണ്. നമ്മൾ ഇന്നത്തെ ഈ പ്രവേശന പ്രഭണിതമുണ്ട്. ആ വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് യെശയ്യാപ്രവചനത്തിൻ്റെ പുസ്തകം 66-ാമത്തെ അധ്യായത്തിൽ നിന്ന് യെരൂശലേമേ ആനന്ദിക്കുക, ആനന്ദിച്ചുല്ലസിക്കുക. രൂപത്തിൽ അതിൽ നിന്നാണ് ഈ പദം ലെത്താരെ സൺഡേ എന്നുള്ള പദം വരുന്നത്. കാരണം നമ്മൾ തപസ്സുകാലത്തിലൂടെ മുന്നേറുമ്പോൾ ഈ തപച്ചെടികളുടെ ഇടയിൽ കർത്താവ് തരുന്ന സന്തോഷം മറന്നു പോകരുത്. കർത്താവിൻ്റെ ഉത്ഥാനത്തിലൂടെ വരുന്ന സന്തോഷം നമ്മൾ മറന്നു പോകരുത്. കർത്താവ് തരുന്ന ആ സന്തോഷത്തിലാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആനന്ദം കൊള്ളേണ്ടത്. അപ്പോൾ ഇന്നത്തെ വായനകൾ ഓരോന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുക, ആ സന്തോഷത്തെയാണ് ഓർമ്മപ്പെടുത്തുക. ദൈവമേകുന്ന വാഗ്ദത്ത ഭൂമിയിൽ കടന്നു വന്ന് അവിടെ വിളവ് ചെയ്തുണ്ടാക്കിയ ധാന്യത്തിൽ നിന്ന് ഉണ്ടാക്കിയ അപ്പം ഭക്ഷിച്ച് പെസഹ ആഘോഷിച്ച് ഉല്ലസിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ കാര്യമാണ് ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടത്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിവർത്തിക്കപ്പെട്ടു. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് അവർ മോചിതരാകുമ്പോൾ അന്ന് അവർ ആഘോഷിച്ച ആ പെസഹ ഇപ്പോഴത്തെ വാഗ്ദത്ത ഭൂമിയിൽ വന്ന് അവർ ആഘോഷിക്കുക. അങ്ങനെ ദൈവം തൻ്റെ വാഗ്ദാനം നിറവേറ്റിയല്ലോ, തങ്ങൾക്ക് ഈ വാഗ്ദാന ഭൂമിയിലേക്ക് വരാൻ സാധിച്ചല്ലോ എന്നോർത്ത്, അവിടെ അതിൻ്റെ അധ്വാന ഫലം അനുഭവിക്കാൻ സാധിച്ചല്ലോ എന്നോർത്ത് സന്തോഷിക്കുന്ന ഇസ്രായേൽ ജനം. അതുവരെ അവർ സ്വർഗത്തിൽ നിന്ന് ദൈവം അയച്ച മന്ന കൊണ്ടാണ് ജീവിച്ചത് എങ്കിൽ ഇനി മുതൽ ആ മന്ന ലഭിക്കുന്നില്ല. നമ്മൾ ഒരു കുടുംബത്തിൽ വളരുന്ന മക്കൾ ഒരു പ്രായപൂർത്തിയാകുമ്പോൾ പിന്നെയും മാതാപിതാക്കന്മാരെ ആശ്രയിച്ച് കഴിയേണ്ടവരല്ല. അവർ സ്വന്തമായി ജോലി ചെയ്ത് അധ്വാനിച്ച് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ അവർ കണ്ടെത്തണം. അങ്ങനെ അതാണൊരു പക്വത. ആ പക്വതയിലേക്ക് കടന്നു വരുന്നതിലെ ആനന്ദമാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ വായന വെളിവാക്കുക. അപ്പം ഭൂമിയെ ഓർത്ത് രൂപത്തിൽ സന്തോഷിക്കുന്ന ഇസ്രായേൽ ജനം. ഇന്നത്തെ സങ്കീർത്തനം 34-ാം സങ്കീർത്തനമാണ്. വളരെ പ്രിയപ്പെട്ട നല്ല സങ്കീർത്തനമാണ്. അതിൽ സങ്കീർത്തകൻ പറയാണ്, കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവൻ. കർത്താവിൻ്റെ വലിയ സ്നേഹവും കാരുണ്യവും കൃപയും ഓർത്ത് എങ്ങനെ അവിടുന്ന് നമ്മളെ പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു, അതെല്ലാം ഓർത്ത് ദൈവത്തിൽ സന്തോഷിക്കാനായിട്ട് ആഹ്വാനം നമുക്ക് ലഭിക്കുകയാണ് സങ്കീർത്തനങ്ങളിലൂടെ. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ രണ്ടാമത്തെ വായനയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി പാപമായി തീർന്ന ഈശോനാഥൻ, ആ ഈശോയിൽ സന്തോഷിക്കാൻ, ആ ഈശോയിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറാൻ, അതിലൂടെ വരുന്ന സന്തോഷം, അതിലൂടെ ദൈവവുമായിട്ടും മനുഷ്യരുമായിട്ടുള്ള ആ ഐക്യത്തിലേക്ക് പ്രിയപ്പെട്ടവരെ കടന്നു വരുവാൻ എല്ലാ ആഹ്വാനവും, അതിലൂടെ യഥാർത്ഥമായി സന്തോഷം അനുഭവിക്കുവാനുള്ള ആഹ്വാനമാണ് നമുക്ക് രണ്ടാമത്തെ വായന തരിക. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയിൽ സന്തോഷിക്കുന്ന, ഈശോയിലൂടെ നമുക്ക് സന്തോഷം വരുന്ന അനുഭവത്തെയാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മനുഷ്യർ തമ്മിലുള്ള ഐക്യപ്പെടലിൽ, ക്ഷമിക്കലിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്ന കാര്യമാണ് അവിടെ എടുത്തു പറയുക. ലൂക്കായുടെ സുവിശേഷത്തിൽ ഒരു വിധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ് 15-ാം അധ്യായം. ആ അധ്യായത്തെ പറയുന്നത് സുവിശേഷങ്ങളുടെ സുവിശേഷമെന്നാണ്. അവിടെ 3 ഉപമകൾ പറയുന്നുണ്ട്. കാണാതെ പോയ ആടിൻ്റെ ഉപമ, കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമ, കാണാതെ പോയ മകൻ്റെ ഉപമ, നഷ്ടപ്പെട്ടു പോയ മകൻ്റെ ഉപമ. അവനെ വീണ്ടും കിട്ടിയിരിക്കുന്നുവെന്ന് പറഞ്ഞാണ് പിതാവ് അവന് വേണ്ടി വലിയ ആഘോഷം നടത്തുക. ഈ 3 ഉപമയും അവസാനിക്കുന്നത് സന്തോഷത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടിയില്ലോ എന്ന് പറഞ്ഞ കൂട്ടുകാരോടുകൂടെ, ആൾക്കാരോടുകൂടി ചേർന്ന് സന്തോഷിക്കുന്ന ആ ജനം. പിതാവായ ദൈവമോ, പിതാവിൻ്റെ പ്രതീകമാണ് ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നഷ്ടപ്പെട്ടു പോയ ആ മകൻ്റെ ഉപമയിലെ പിതാവ്. ദൈവത്തിൻ്റെ തന്നെ പ്രതീകമാണ്. ദൈവത്തിൻ്റെ കരുണ,
അകമഴിഞ്ഞ സ്നേഹം, വ്യവസ്ഥയില്ലാത്ത ക്ഷമ, അതെല്ലാം വെളിവാക്കുക രോഗത്തിൽ. പ്രിയപ്പെട്ടവരെ, അവിടെ ആ പിതാവായ ദൈവം സഹോദരനെയും അതേപോലെ അവിടുത്തെ ഭൃത്യന്മാരെ എല്ലാവരെയും വിളിച്ച് സന്തോഷിക്കുക. അവർക്ക് വേണ്ടി അവിടെ വിരുന്ന് ഒരുക്കുവാണ്, പ്രത്യേകമായിട്ടുള്ള വിരുന്ന് ഒരുക്കുക. എന്താ കാരണം? മകൻ നഷ്ടപ്പെട്ടു പോയി, അവനെ വീണ്ടും കിട്ടിയിരിക്കുന്നു, അവൻ മൃതനായിരുന്നു, ഇപ്പോഴോ അവൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ തപസ്സുകാലത്തിലൂടെ മുന്നേറുമ്പോൾ നമുക്ക് ഈ സന്തോഷം അനുഭവിക്കാൻ സാധിക്കണം. ആ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ദൈവം തരുന്നത് സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ നമ്മളുടെ പക്വതപ്പെട്ടവർ എന്നുള്ള രീതിയിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുക. അതിലൂടെ വരുന്ന ആ സന്തോഷം നമ്മൾ നുകരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് വേണമെങ്കിൽ പറയാവുന്നൊരു കാര്യമാണ്, ഈ ധൂർത്തപ്പത്തിൻ്റെ ഉപമയിൽ അലഞ്ഞു നടന്ന മകൻ തിരിച്ച് ഭവനത്തിലേക്ക് വന്ന ഒരു അനുഭവം പോലെയാണ്. ഇസ്രയേൽ ജനം മരുഭൂമിയിൽ അലഞ്ഞു നടന്നിട്ട് അവർ ദൈവത്തിൻ്റെ നാടായ വാഗ്ദത്ത ഭൂമിയിലേക്ക് കടന്നു വന്ന അനുഭവം അവിടെ വെളിവാക്കുക. അപ്പോൾ അവിടെ വിടുന്ന ആ സന്തോഷം പ്രിയപ്പെട്ടവരെ. അതേപോലെ നമുക്ക് ഇന്നത്തെ ആ സങ്കീർത്തനത്തെ കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുക. സ്നേഹം നിറയുമ്പോഴാണ് രുചി വരിക പ്രിയപ്പെട്ടവരെ, നന്മ വരിക. നമ്മിലെ നന്മ വെളിപ്പെടുന്നത് എത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നോ അതനുസരിച്ചാണ്. സ്നേഹം തന്നെയായി ദൈവം അനന്തമായി സ്നേഹം കാട്ടുന്നതിലൂടെ എത്ര നല്ലവനാണ്. അവിടുത്തെ നന്മ ആസ്വദിക്കുവാനായിട്ട്, നന്മ ആസ്വദിക്കണമെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്നേഹം നുകരണം. ആ സ്നേഹത്തിൽ നമ്മൾ പരിവർത്തനപ്പെടണം. ആ സ്നേഹം പകരുന്നവരായി നമ്മൾ ജീവിക്കണം. ആ ദൈവത്തിൻ്റെ മക്കളാണല്ലോ എന്നുള്ള ബോധ്യത്തിൽ, ആ ദൈവത്തെ നമ്മുടെ ദൈവമായി നമുക്ക് ലഭിച്ചല്ലോ എന്നുള്ള ബോധ്യത്തിൽ സന്തോഷിക്കാൻ നമുക്കൊക്കെ സാധിക്കണം ഈ തപസ്സുകാലത്തിലൂടെ നമ്മൾ മുന്നേറുമ്പോൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ ഈ രണ്ടാമത്തെ വായനയിൽ ഈശോയെക്കുറിച്ച് പ്രത്യേകം പറയുന്നത്, അവനിലൂടെയാണ് നമുക്ക് പാപത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചത്. അവനിലൂടെയാണ് ദൈവവുമായും മറ്റുള്ളവരുമായിട്ടും ഐക്യപ്പെടാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുന്നത്. പിതാവായ ദൈവവുമായിട്ടുള്ള ആ ഐക്യത്തിലേക്ക് ഈശോ നമ്മളെ ആനയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ വായനയുടെ വെളിച്ചത്തിൽ നമ്മൾ ഈ തപസ്സുകാലത്തിലൂടെ നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈശോയിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറുക എന്നുള്ളതാണ്. ഒരു പുതിയ സൃഷ്ടിയായി മാറുക എന്നുള്ളതാണ്. നമ്മുടെ ഇന്നലകളെ മാറ്റി നമുക്ക് ദൈവത്തിൽ, ക്രിസ്തുവിൽ പുതുതാക്കപ്പെട്ട നല്ല ജീവിതം ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഒരു വിധത്തിൽ അവിടെ റിക്കൺസിലിയേഷൻ എന്നാണ്, അനുരഞ്ജനമാണ്. നമുക്ക് നല്ല കുമ്പസാരം നടത്തി ദൈവവുമായിട്ട് നമുക്ക് അനുരഞ്ജനപ്പെടാൻ പറ്റണം. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരോടെങ്കിലും വിരോധമോ പിണക്കമോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നമുക്ക് ഐക്യപ്പെടാനായിട്ട് സാധിക്കണം. അങ്ങനെ ഒരു വിധത്തിൽ ഐക്യത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ പ്രേക്ഷിതരായി പ്രിയപ്പെട്ടവരെ, അംബാസഡേഴ്സായി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം നമ്മുടെ ഈ തപസ്സുകാലത്തിൽ. എന്തെങ്കിലും വിരോധങ്ങൾ ദൈവത്തിനെതിരെയോ മറ്റുള്ളവർക്കെതിരെയോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നല്ല ഐക്യത്തിൽ, സ്നേഹ ഐക്യത്തിൽ, ക്ഷമയുടെ ഐക്യത്തിൽ, കാരുണ്യത്തിൻ്റെ ഐക്യത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ നമ്മൾ 3 ഉപമയെക്കുറിച്ച് പറഞ്ഞല്ലോ. അതിൽ ഒന്നാമത്തെ ഉപമ നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ ഉപമയാണ്. അതിനെ തേടി അലഞ്ഞ് അവസാനം കണ്ടുകിട്ടിയപ്പോൾ ആ ആടിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഇടയൻ. ഒരു വിധത്തിൽ ആ ആട് പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. നേരെ മറിച്ച് നാണയമാണെങ്കിൽ വീടിനകത്താണ് പോയത്, അതിനെ കണ്ടുകിട്ടി. നമ്മൾ നോക്കുമ്പോഴേക്കും ഈ 2 കാര്യങ്ങൾ ഇന്നത്തെ ഈ കർത്താവ് പറഞ്ഞ ആ ഉപമയിലുണ്ട്. ഇളയ മകൻ ദൂരേക്ക് പോയി, അവന് നഷ്ടപ്പെട്ടു പോയത് പുറത്താണ് എങ്കിൽ മൂത്ത മകനെ നഷ്ടപ്പെട്ടത് ഉള്ളിലാണ്. പിതാവിനോട് കൂടെ അവനായിരുന്നു, പിതാവിൻ്റെ ഇഷ്ടമെല്ലാം നിറവേറ്റിയിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ സ്നേഹം അവിടെ നഷ്ടപ്പെട്ടു പോയി. അവൻ ജോലി ചെയ്തതൊക്കെ ഒരു അടിമയെ പോലെ, എനിക്ക് എന്ത് കിട്ടും എന്നുള്ള ശ്രദ്ധയോടെ കണക്ക് പറച്ചിൽ. പ്രിയപ്പെട്ടവരെ, കണക്ക് പറച്ചിൽ വന്നാൽ അവിടെ സ്നേഹം അസ്തമിക്കുക. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും കണക്ക് പറയാൻ നിൽക്കല്ലേ. പലപ്പോഴും നമ്മുടെ ജീവിതം ഒരു വിധത്തിൽ അസ്വസ്ഥമാക്കുന്നത് നമ്മുടെ പിണക്കങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ കണക്ക് പറച്ചിലിൻ്റെ വെളിച്ചത്തിൽ ബിസിനസ് പരമായി ഉള്ള ആ രീതിയിലുള്ള ബന്ധം പുലർത്താനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴാണ്. നേരെ മറിച്ച് സ്നേഹത്താൽ പ്രചോദിതമായി ക്ഷമയുടെ ആ ചൈതന്യത്തോടെ, കാരുണ്യത്തോടെ മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് തീവ്രമായി ആശിച്ച് അവർക്ക് നന്മ വരുന്നല്ലോ എന്ന് കണ്ടിട്ട് സന്തോഷിച്ച്
പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രൈസ്തവരാകുക. ഈ തപസ്സുകാലത്തിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മുന്നേറുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഈ ഉപമയിൽ പറയുന്ന രൂപത്തിൽ നമ്മൾ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ 4 പേരെ കാണുന്നുണ്ട്. ഒന്നാമത്തേത് പ്രിയപ്പെട്ടവരെ ഈ ധൂർത്തപുത്രന് പലപ്പോഴും നമ്മൾ അവനെ പോലെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സുബോധം വന്ന് പ്രിയപ്പെട്ടവരെ തിരിച്ച് ഭവനത്തിലേക്ക് പിതാവിൻ്റെ അടുത്തേക്ക് വന്ന് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് പിതാവുമായി ഐക്യപ്പെടാനും ആ പിതാവിൻ്റെ മകൻ എന്ന രീതിയിലുള്ള ആ മഹത്വത്തിലേക്ക് തിരിച്ചു വരുവാനും നമുക്ക് സാധിക്കണം. രൂപത്തിൽ നല്ലൊരു കുമ്പസാരത്തിൻ്റെ അനുഭവമാണ് അവിടെ നന്നായിട്ട് വിവരിക്കുക. പാപങ്ങൾ ക്രമമായി ഓർത്ത് അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് തീരുമാനമെടുത്ത് പിതാവിൻ്റെ പക്കലേക്ക് കടന്നു നിന്ന് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് എന്നിട്ട് പരിഹാരം എന്ന രീതിയിൽ പിതാവിൻ്റെ മകനായി നല്ല വസ്ത്രമെടുത്ത് കാലിൽ ചെരുപ്പ് ധരിച്ച് മോതിരം വിട്ട് ആ പിതാവിൻ്റെ ഭവനത്തിലെ വിരുന്നിൽ പങ്കുചേരുന്ന ആ അനുഭവത്തിലേക്ക് രൂപത്തിൽ നമ്മുടെ ദിവ്യകുർബാന ദൈവം അങ്ങനെ നമുക്ക് വേണ്ടി ഒരുക്കുന്ന വലിയ വിരുന്നല്ലേ. വിരുന്ന് പ്രിയപ്പെട്ടവരെ, അത് അനുരഞ്ജനത്തിൻ്റെ വിരുന്നാണ്, സ്നേഹത്തിൻ്റെ വിരുന്നാണ്, ക്ഷമയുടെ വിരുന്നാണ്, കാരുണ്യത്തിൻ്റെ വിരുന്നാണ്. നമ്മൾ അത് അനുഭവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് ഒരു രൂപത്തിൽ നമ്മുടെ കുമ്പസാരത്തിൻ്റെ ഒരു പൂർത്തീകരണ അനുഭവമാണ്. അവിടെയാണ് നമ്മുടെ അനുരഞ്ജനം പൂർണ്ണമായും സാധ്യതമാവുക. നമ്മൾ ആ ധൂർത്തപുത്രൻ്റെ സ്ഥാനത്തായിരിക്കാൻ ചിലപ്പോൾ നേരെ മറിച്ച് നമ്മൾ ഒരു തെറ്റുപോലും ചെയ്യാത്ത രീതിയിലാകാം. കൽപ്പനകളെല്ലാം പൂർണ്ണമായും പാലിക്കുന്നുണ്ട്, നമ്മൾ പിതാവിനെ വിട്ട് എങ്ങും പോയിട്ടില്ല. പക്ഷേ ചിലപ്പോഴുണ്ടല്ലോ നമ്മൾ ഈ മൂത്ത മകൻ്റെ കാര്യം നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ഇളയ മകൻ തിരിച്ചു വരുമ്പോഴും പിതാവേ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ മൂത്ത മകനോ പിതാവിൻ്റെ കൂടെ ആയിരുന്നിട്ടും പിതാവേ എന്നും വിളിക്കുന്ന നമ്മൾ കാണുന്നില്ല. അതുപോലെ സഹോദരനെ നിൻ്റെ ഈ മകൻ എന്നേ പറയുന്നുള്ളൂ, എൻ്റെ ഈ സഹോദരൻ എന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് പിതാവ് പുറത്തേക്ക് വന്നിട്ട് ഈ മൂത്ത പുത്രനോട് നീ എൻ്റെ മകനല്ലേ, ഞാൻ നിൻ്റെ പിതാവല്ലേ, ഇത് നിൻ്റെ സഹോദരനല്ലേ എന്ന് പറഞ്ഞിട്ട് അനുരഞ്ജനപ്പെടുത്തി ഭവനത്തിലേക്ക് ക്ഷണിക്കും നമ്മൾ കാണുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുക, നമ്മൾ പിതാവിൻ്റെ സ്നേഹം, നമ്മൾ പിതാവിൻ്റെ സ്ഥാനത്ത് നമ്മളെ തന്നെ ഒന്ന് നിർത്തിക്കേ. അങ്ങനെ ഒന്ന് നിർത്തി ആ പിതാവിൻ്റെ കാരുണ്യത്തെ അനുകരിക്കാൻ നമുക്ക് സാധിക്കണം. പിതാവിൻ്റെ സ്നേഹത്താൽ നിറയാൻ നമുക്ക് സാധിക്കണം. പിതാവിനെ പോലെ നമുക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, വ്യവസ്ഥയില്ലാതെ നമ്മൾ കണക്ക് ചോദിക്കാതെ എല്ലാം നമുക്ക് നമ്മുടെ സ്നേഹത്താൽ പൂരിതമായ ഒരു ജീവിതം ജീവിക്കാനായിട്ട് ആ പിതാവിനെ പോലെ ദൈവത്തെ തന്നെ അനുകരിച്ച് ദൈവത്തിൻ്റെ മക്കളെന്ന രീതിയിൽ സർവശക്തനായവൻ പരിപൂർണനായിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ കാരുണ്യം നിറഞ്ഞവനായിരിക്കുന്ന പോലെ നിങ്ങൾ കരുണ നിറഞ്ഞവരായിരിക്കുവിൻ എന്നുള്ള കർത്താവിൻ്റെ ആഹ്വാനം ശ്രമിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. അതേപോലെ നമ്മൾ ഈ മൂത്തപുത്രനുണ്ട് പ്രിയപ്പെട്ടവരെ, മൂത്തപുത്രൻ പിതാവിൻ്റെ കൂടെ കഴിഞ്ഞതാണ്. എന്നാൽ ആ മൂത്തപുത്രനെ പോലെ ആകാൻ ചിലപ്പോൾ നമ്മൾ അവിടെ ഈ ഫരീസേരും നിയമിച്ചരും ഒക്കെ ഒരു കർത്താവിനെതിരെ സംസാരിക്കുക. അവൻ പാപികളെ സ്വീകരിക്കുന്നു, അവരോടുകൂടി ഭക്ഷണം കഴിക്കുന്നു എന്നെല്ലാം പറഞ്ഞ കർത്താവിൽ പോലും കുറ്റം കണ്ടെത്തുന്ന പാർട്ടിസാ. അവർ നിയമമെല്ലാം പാലിച്ചു എന്ന് അഭിമാനിച്ചിരുന്നവരാ. തങ്ങൾ ശരിയായ രീതിയിൽ തങ്ങളുടെ മതജീവിതം ജീവിക്കുന്നു എന്ന് അഭിമാനിച്ചിരുന്നവരാ. പക്ഷേ പ്രിയപ്പെട്ടവരെ, അവർ ആ മൂത്ത പുത്രൻ്റെ സ്ഥാനത്താണ്. ആ മൂത്തപുത്രനെ ക്ഷണിക്കുന്നുണ്ട് പിതാവ്. അവനകത്ത് കയറിയോ എന്ന് അറിയില്ല. ചിലപ്പോൾ നമ്മൾ ആ മൂത്ത പുത്രനെ പോലെ ആകാം. നമ്മൾ കടന്നു വരാൻ, ഭവനത്തിലേക്ക് കടന്നു വന്ന് ഭവനത്തിലെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ, ഭവനത്തിലുള്ള എല്ലാവരുമായിട്ട് പൂർണ്ണമായിട്ട് ഐക്യപ്പെടുവാൻ നമ്മൾ ക്ഷണിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ തപസ്സുകാലത്തിലേക്ക് തപസ്സുകാലത്തിലൂടെ നമ്മൾ മുന്നേറുമ്പോൾ നമ്മൾ ആ മൂത്ത പുത്രനെ പോലെ പ്രിയപ്പെട്ടവരെ ആകല്ലേ. മൂത്തപുത്രൻ അവസാനം പിതാവിൻ്റെ ആഹ്വാനം ശ്രവിച്ച് ഉള്ളിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ അതേപോലെ നമുക്ക് മാനസാന്തരപ്പെടാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ 3 പേരെ പ്രത്യേകമായിട്ട് കണ്ടു. ഇനി ഒരാളും കൂടെയുണ്ട്. ആരാണെന്നറിയാവോ? അവിടുത്തെ വേലക്കാരനോടാണ് ഈ മൂത്ത മകൻ കാര്യങ്ങൾ തിരക്കുന്നത്. പിതാവിനോട് ചോദിക്കാൻ വരും, വീട്ടിൽ വേലക്കാരനോട്. ഈ വേലക്കാരൻ എന്താ പറയുന്നറിയാവോ? നിൻ്റെ സഹോദരൻ തിരിച്ചു വന്നല്ലോ, അതിൽ സന്തോഷിച്ച് കൊഴുത്ത കാളയെപ്പോലും പിതാവ് കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ പേര് പറഞ്ഞാണ് ഒരു രൂപത്തിൽ ഈ മൂത്ത മകൻ പിതാവിനടുത്ത് കണക്ക് പറയുന്നത്. ഒരു രൂപത്തിൽ അവനെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് ഈ വേലക്കാരൻ സംസാരിക്കുന്നത്, അവനോടെല്ലാം പറയുന്നത്. നമ്മുടെ ജീവിതം അങ്ങനെ ആകരുത്. മറ്റുള്ളവരെ ഐക്യപ്പെടുത്തുന്ന രീതിയിൽ നമുക്കൊക്കെ സംസാരിക്കാനായിട്ട് സാധിക്കണം. നമ്മൾ പറയുന്ന വാക്കും നമ്മൾ പറയുന്ന രീതിയും ഒക്കെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യേകമായി സ്ട്രെസ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കണം, ശ്രദ്ധാലുക്കളായിരിക്കണം.
അത് മറ്റുള്ളവരെ ഒരു രൂപത്തിൽ വിഷമിപ്പിക്കുന്ന രീതിയിലാകരുത്, വെറുപ്പിക്കുന്ന രീതിയിലാകരുത്, ഭിന്നിപ്പിക്കുന്ന രീതിയിലാകരുത് എന്ന് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കുക. നമ്മൾ ഈ തപസ് കാലത്തിലൂടെ മുന്നേറുമ്പോൾ പ്രിയപ്പെട്ടവരെ, തപസ് കാലത്തിലെ 2ാം ഘട്ടത്തിലേക്ക് നമ്മൾ ഇന്ന് കടന്നു വരുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ സ്നേഹം നുകരാം, കർത്താവിൻ്റെ കരുണ അനുഭവിക്കാം, കർത്താവിനെ അനുകരിച്ച് ക്ഷമിക്കുന്നവരായി നമുക്ക് മാറാം. അതിലൂടെയെല്ലാം പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവിൽ സന്തോഷിക്കാം. ഈശോയിൽ പുതിയ സൃഷ്ടികളായി മനുഷ്യരെ എല്ലാവരും ദൈവവുമായിട്ട് ഐക്യപ്പെട്ട് മനുഷ്യരെ പരസ്പരം ഐക്യപ്പെടുത്തുന്നവരായി ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. അങ്ങനെ ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായി പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിക്കാം. നമ്മളെ വാഗ്ദത്ത ഭൂമി അത് ഒരു രൂപത്തിൽ ദൈവഭവനത്തെ ഓർമ്മപ്പെടുത്തുക, ദൈവരാജ്യത്തെ ഓർമ്മപ്പെടുത്തുക. നമ്മൾ വസിക്കുന്ന ഇടം നമുക്ക് ദൈവരാജ്യമാക്കി മാറ്റണം. അതിന് ദൈവം ഭരിക്കുന്ന ഇടം, ദൈവസ്നേഹം നിറഞ്ഞ ഇടം, ദൈവേഷ്ടം നിറവേറപ്പെടുന്ന ഇടം, അവിടെ ദൈവം സന്തോഷിക്കുന്ന ഇടം, ദൈവത്തിൻ്റെ ആ ദൈവം ഏകുന്ന ആ വിരുന്ന് അനുഭവിക്കുന്ന ഇടം. നമുക്ക് ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് തപസ്സുകാലത്തിലൂടെ മുന്നേറാം. ദൈവേഷ്ടമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി ജീവിക്കാം. ഈശോയുടെ നല്ല ശിഷ്യരായി നമുക്ക് ജീവിതത്തിൽ മുന്നേറാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.